നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. മേപ്പയ്യൂർ കീഴ്പയ്യൂർ കുനിയിൽ ശ്രീ പരദേവതാ ക്ഷേത്രം നടപ്പന്തൽ ക്ഷേത്ര കവാട സമർപ്പണവും ഞായറാഴ്ച നടന്നു. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ വിജയൻ നടപ്പന്തൽ സമർപ്പണവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT രാജൻ കവാട സമർപ്പണവും നടത്തി. 800 വർഷത്തോളം പഴക്കമുള്ള കീഴ്പയ്യൂർ കുനിയിൽ ശ്രീ പരദേവതാ ക്ഷേത്രം ഇന്ന് നാടിനും നാട്ടുകാർക്കും ജാതിമതഭേദമന്യേ ഒത്തൊരുമിക്കാൻ ഒരു ഇടം കൂടിയായി മാറിയിരിക്കുകയാണ്. ഇതിനോടകം വിവിധ നിർമ്മാണ പ്രവൃത്തികളും നടന്നുവരികയാണ്. ഇതിൻ്റെ ഭാഗമായി ക്ഷേത്ര നടപ്പന്തലിൻ്റെ ഉദ്ഘാടനം ഗുരുവായൂർ ക്ഷേത്രം ചെയർമാൻ VK വിജയൻ ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു. ഭക്തരെ സംബന്ധിച്ചിടത്തോളം, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ മനസ്സിലുണ്ടാവുന്ന വേവലാതികളൊക്കെ ഒന്ന് ഇറക്കി വയ്ക്കുവാൻ, അവരുടെ സങ്കടങ്ങൾ ബോധിപ്പിക്കുവാൻ, ആ സങ്കടങ്ങളിൽ നിന്ന് അവരെ കരകയറ്റാൻ, അതിന് മാത്രം വിചാരിച്ചാൽ അവർ ഒരുവിധം എല്ലാ കാര്യങ്ങളിലും അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നൊന്നും കരകയറുന്നില്ല എന്ന് കാണുമ്പോഴാണ് സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നത്, എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ നമ്മളുടെ ഓരോരുത്തരുടെയും സങ്കടങ്ങളൊക്കെ നിവർത്തിക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് നമ്മൾ ക്ഷേത്രങ്ങളെ കാണുന്നത്. അതിലുപരിയായിട്ട് നമ്മുടെ പഴയ കാലത്തെ ആചാര്യന്മാർ അവർ വളരെ സമർത്ഥമായിട്ട് മറ്റൊരു ഉദ്ദേശം കൂടി ഇതിന് കണ്ടിരുന്നു. ഒരു പ്രദേശത്തുള്ള എല്ലാ ആൾക്കാർക്കും ഒത്തുചേരാനുള്ള ഒരിടം എന്നുള്ള രീതിയിലാണ് എല്ലാ വിഭാഗ ആൾക്കാരും എന്ത് ചെയ്യുന്നു, ക്ഷേത്രങ്ങളിൽ വരുന്നുണ്ട്, ഒത്തുചേരുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള കലാരൂപങ്ങളും ഇതൊക്കെ വളർന്നു വന്നത്. ക്ഷേത്ര കവാടത്തിൻ്റെ ഉദ്ഘാടനം മേപ്പയ്യൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT രാജൻ നിർവഹിച്ചു. രാജ്യം ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെതല്ല. ഹിന്ദുവും ക്രിസ്ത്യാനിയും പാഴ്സിയും സിഖും മുസ്ലിമും എല്ലാം ചേർന്നുകൊണ്ടുള്ള എല്ലാവരുടെയും വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അംഗീകരിച്ചു പോരുന്ന ഒരു മതേതര രാജ്യമാണ് നമ്മുടെ. ആ നിലയിൽ എല്ലാ നിലയിലും നമുക്ക് നമ്മുടെ ജനങ്ങളെ, നമ്മുടെ നാടിനെ കാണാൻ കഴിയണം. ഈ ക്ഷേത്രം വലിയൊരു ചരിത്രം ഈ ക്ഷേത്രത്തിനുണ്ട്. രാധാകൃഷ്ണൻ സ്വാഗത പ്രസംഗത്തിൽ കുറേ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. വിശാസ്ത്രത്തിൽ കടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ VC കുഞ്ഞികൃഷ്ണൻ നമ്പ്യാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ശില്പി രമേശൻ കോവുമ്മലിനെയും റിട്ടയർഡ് എഞ്ചിനീയർ അരവിന്ദനെയും ആദരിച്ചു. തീർത്ഥക്കുളം നവീകരണം ഫണ്ടും ട്രസ്റ്റ് സെക്രട്ടറി KM രാജൻ ഏറ്റുവാങ്ങി. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ശ്രീജ VP, സെറീന ഒളോര, ദേവസ്വം ബോർഡ് അംഗം K ലോഹിയ, UK രാഘവൻ മാസ്റ്റർ, സുനിൽ തിരുവങ്ങൂർ, രമേശ് കോവുമ്മൽ, KM രാജൻ, PC ബാലകൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ക്ഷേത്രം പരിപാലന സമിതി സെക്രട്ടറി രാധാകൃഷ്ണൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് സജീവൻ CM നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.